ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യപ്പെട്ട ഒരു ടെക്നിക്കാണ്. അതായത് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്. എങ്ങനെ കറക്റ്റായിട്ട് എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്യണമെന്നാണ് ഞാനിന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. സോ നമ്മളിന്ന് 20 ക്വസ്റ്റ്യൻസ് ഓഫ് എക്കണോമി ആൻഡ് പ്ലാനിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഉത്തരം കണ്ടെത്താം. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ജനുവരി 2020 PSC ബുള്ളറ്റിനിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് PSC നമുക്ക് മുന്നേ തന്നെ ഇതേ പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്ന നമുക്കൊരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പ് തന്നത് ഈ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്കണോമി ആൻഡ് പ്ലാനിങ് എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്ത് എങ്ങനെ കറക്റ്റ് ആൻസർ കണ്ടെത്താം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. So the first question is, which of the following is not correct? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് കറക്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അത് മാർക്ക് ചെയ്യണം. നോട്ട് കറക്റ്റ് എന്നുള്ളത് മാർക്ക് ചെയ്യാം. The headquarters of European Union is in Brussels. ASEAN was established in 1976. The headquarters of SAARC is in Kathmandu. NAFTA was established in 1992. അപ്പോൾ ഇതിലെ കറക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു ആണ്. പിന്നെ സംശയം വരുന്നത് ആസിയാനും നാഫ്തയുമാണ്. ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1976-ലല്ല. സോ ദി ആൻസർ ഇസ് ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. What is the export target of India's new foreign trade policy 2015 to 2020? Export target ആണ് ചോദിച്ചിരിക്കുന്നത്. വർഷം നോക്കുക. $900 billion ആണ് നമ്മുടെ ന്യൂ ഫോറിൻ ട്രേഡ് പോളിസി പ്രകാരമുള്ള എക്സ്പോർട്ട് ടാർഗറ്റ്. അടുത്തത്, where will be the headquarters of BRICS Bank? ന്യൂഡൽഹി, റയോ ഡി ജനേറോ, പ്രെറ്റോറിയ, ഷാങ്ഹായ്. എവിടെയാണ്? ഷാങ്ഹായിലാണ് അല്ലേ. ഓക്കെ, സോ ഇത്രയും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രൈഫെഡ് വാസ് ഡെവലപ്ഡ് ഫോർ ദി എ ഡെവലപ്മെന്റ് ഓഫ് ഫോറസ്റ്റ് കവേഴ്സ് ഇൻ ദി കൺട്രി, ബി ടു സേവ് ഇൻട്രസ്റ്റ് ഓഫ് ദി ട്രൈബൽ ഫ്രം ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പ്രൈവറ്റ് ട്രേഡേഴ്സ്, സി ടു പ്രൊമോട്ട് ദി മാർക്കറ്റിംഗ് ഓഫ് ഓൾ ദി ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സ്, ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ ഫോറസ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതുമായിട്ട് ട്രൈഫെഡ് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഈ ഒരു വേർഡിൽ ഒരു ക്ലൂ ഉണ്ട്. എന്താണ് ആ ഒരു ക്ലൂ? ട്രൈ ഫോർ ട്രൈബൽ അല്ലെ, ട്രൈബൽ. അപ്പൊ ആ വേർഡിൽ തന്നെ ഒരു ക്ലൂ നമുക്ക് കിട്ടി. സോ നമുക്ക് രണ്ട് ക്ലൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫോറസ്റ്റ് കവറിനെ പറ്റി നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് കവർ ഡെവലപ്പ് ചെയ്യാനായിരുന്നെങ്കിൽ നമ്മൾ പല ന്യൂസിലും വായിച്ചേനെ. സോ എന്തായാലും ഓപ്ഷൻ എ അല്ല. അടുത്തത് ഓപ്ഷൻ സിയിലേക്ക് വരികയാണെങ്കിൽ, ടു പ്രൊമോട്ട് ദ മാർക്കറ്റിംഗ് ഓഫ് ഓൾ ദി ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സ്. ഓൾ, എല്ലാ ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സിനും മാർക്കറ്റിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ ഒരുപാട് സാധനത്തിനെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊമോട്ട് ചെയ്യാൻ വളരെ പാടാണ്. ചെയ്യാൻ പറ്റും, അത് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളത് പഠിക്കും. അപ്പോൾ ഓൾ ദി ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. എയും സിയും പോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈബൽ എന്ന് പറഞ്ഞു. അപ്പോൾ ട്രൈബലിനെ പ്രൈവറ്റ് ട്രേഡേഴ്സ് നിന്നും, ട്രൈബൽസിന് അവരുടെ പ്രൊഡക്ട്സ് അവരുടെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും വിൽക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം ആണ് ട്രൈഫെഡ്. ഓക്കെ, ട്രൈബൽ ഫെഡറേഷൻ. ഓക്കെ, സോ ആൻസർ ഇസ് ബി. ചൂസ് ദി റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ISO POM was introduced in 2004. Under the scheme, crop diversification is possible as states are given flexibility in implementation. Option A 1 only, option B 2 only, option C both, option D none. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷൻ 2, അണ്ടർ ദ സ്കീം crop diversification is possible as states are given flexibility in implementation. ഇത് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് കാണിക്കാൻ പോകുന്നത്. If we are considering India, okay, so this is Gujarat
and this is Rajasthan and all. രാജസ്ഥാനിൽ നടന്ന പോലത്തെ ക്രോപ്പ് ഗുജറാത്തിൽ നടാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതേപോലെ കേരളത്തിൽ നടന്ന ക്രോപ്സ് നമുക്ക് ഒറീസയിലോ അല്ലെങ്കിൽ ബംഗാളിൽ പിന്നെ പറ്റും. ഒറീസയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ പറ്റുമോ? ഇല്ല. അപ്പൊ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ്സിനും അല്ലെങ്കിൽ ഓരോ ഏരിയ വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ക്രോപ്പ് ഡൈവേഴ്സിഫൈ ചെയ്യുക. എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൈസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്കീം വരുമ്പോൾ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 നമുക്ക് അറിഞ്ഞാലേ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ആൻസർ ഇസ് വാട്ട്? ആൻസർ ഇസ് സി, ബോത്ത്. ഓക്കെ, സി ആണ് ഉത്തരം. Who is the current CEO of Niti Aayog? Rajiv Kumar, Arvind Subramanian, Amitabh Kant, Narendra Modi. So answer is C. ആലോചിച്ച് നോക്കുക, ഇത് PSC ബുള്ളറ്റിനിലെ ക്വസ്റ്റ്യൻ ആണ്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. 2020 ജനുവരിയിൽ അവർ പബ്ലിഷ് ചെയ്ത പബ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, സോ യെസ്. Which of the following statement is correct about Niti Aayog? Niti Aayog was formed on 25th January 2016. Niti Aayog comes under the Ministry of Commerce and Industry. The full form of Niti Aayog is National Institute of Transforming India. Niti Aayog is a policy think tank of the Government of India. അപ്പോൾ നമ്മൾ ഇത് ഒരു ക്രൂഷ്യൽ, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഹാർഡാണ്. നമുക്ക് എല്ലാ ഫാക്ട്സും അറിഞ്ഞിരിക്കണം. നീതി ആയോഗ് നമുക്ക് ഒരു കാര്യം അറിയാം, പ്ലാനിംഗ് കമ്മീഷനെ എടുത്ത് കളഞ്ഞിട്ട് വന്ന ഒരു സംഭവമാണ് നീതി ആയോഗ് അല്ലെ. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ്. അപ്പോൾ ഒരിക്കലും എന്തിൽ വരില്ല? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ വരില്ല. അതൊരു ലോജിക്കാണ്. അടുത്തത്, നീതി ആയോഗ് ഫോം ചെയ്തത് 25th January 2016 അല്ല അല്ലെ. നമുക്ക് ഓർമ്മയുണ്ട്, ഒരു ന്യൂ ഇയറിനാണ് വന്നത്. അതേപോലെ 2016 അല്ല വന്നത്, 2016 അല്ല. അപ്പൊ 2016 അല്ല എന്ന് അറിഞ്ഞാൽ കൂടി നിങ്ങൾക്ക് ഇന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത്, ദി ഫുൾ ഫോം ഓഫ് നീതി ആയോഗ് ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ ട്രാപ്പും ഉണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്കറിയാം നീതി ആയോഗ് ഇസ് എ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ. സയൻസിന്റെ ഫീൽഡിലാവട്ടെ, ഹെൽത്തിന്റെ ഫീൽഡിലാവട്ടെ, പോപ്പുലേഷന്റെ ഫീൽഡിലാവട്ടെ, എല്ലാ ഏരിയയിലും പോളിസി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആയിട്ടാണ് നമ്മുടെ നീതി ആയോഗിനെ കാണുന്നത്. സോ ആൻസർ ഇസ് ഡി. ഓക്കെ, ആൻസർ ഇസ് ഡി. അടുത്തത്, നീതി ആയോഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1st January 2015. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു, 1st January 2015. അടുത്തത്, which of the following statement is or are correct about Niti Aayog? The aim of Niti Aayog is to achieve sustainable development goals and to enhance cooperative federalism in the country. The Prime Minister of India is ex officio chairperson of the Niti Aayog. There are 8 full-time prime members in Niti Aayog. So ഇതിൽ തന്നെ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ, നീതി ആയോഗിനെ പറ്റി പഠിക്കുമ്പോൾ, നോർമലി റാങ്ക് ഫയൽ വാങ്ങിച്ച് പഠിക്കുന്ന കുട്ടിക്ക് ഇത് കിട്ടും, ഉറപ്പാണ്. പക്ഷെ ചിലർ പറയും നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. കാരണം എന്താന്ന് വെച്ചാൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതാണ്. നോർമലി റാങ്ക് ഫയൽ വാങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ അത് ഒരു ക്രൂഷ്യൽ ആയിട്ടൊരു പോയിന്റ് ആണ്. അപ്പൊ 8 ഫുൾ ടൈം മെമ്പേഴ്സ് ഇല്ല എന്നറിയാം. സോ 3 ഉള്ള ഓപ്ഷൻ ഒക്കെ കട്ട് ചെയ്യുക. 3 ഉള്ള ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ എയിം ഓഫ് ദ നീതി ആയോഗ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. യെസ്, കറക്റ്റ് അല്ലേ. SDG ഗോൾ ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്നത് നീതി ആയോഗ് ഇറക്കുന്നതാണ്. പല സ്റ്റേറ്റ്സുകൾ എത്രത്തോളം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നു, ആ ഇൻഡെക്സിൽ കേരളയാണ് ഫസ്റ്റില് അല്ലെ. സോ അത് നമുക്കറിയാം. സോ ഉറപ്പായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം ഉറപ്പാണ്. കാരണം കേരളത്തിന്റെ ഹെൽത്ത് നോക്കി ബാക്കിയുള്ള സ്റ്റേറ്റ്സ് പഠിക്കണം എന്നാണ് പറയുന്നത്. അവിടെ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് വരുന്നത്. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഇസ് ഡി. ഡി ആണ് ഉത്തരം കേട്ടോ. അടുത്തത്, which of the following is part of governing council of Niti Aayog? All chief ministers of the state, chief ministers of Delhi and Puducherry, lieutenant governor of Andaman and Nicobar Island, all the above. ഇതും റാങ്ക് ഫയൽ പഠിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നതാണ്, all the above. Okay, which of the following is not the function of Niti Aayog? നീതി ആയോഗിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഈ നോട്ട് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണം. എന്തെന്ന്?
നോട്ട് എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ. ടു ഇവോൾവ് ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് പ്രയോറിറ്റീസ്, സെക്ടേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം, ടു ഗീവ് ഫൈനൽ അപ്രൂവൽ ഓൺ 5-year plans of India, to create knowledge, innovation and entrepreneurial support system. അപ്പൊ ഇതിൽ നമുക്കറിയാവുന്ന കാര്യം ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് പ്രയോറിറ്റി സെക്ടേഴ്സ് ആണ്, കറക്റ്റ് ആണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം കൊണ്ടുവരണം, ഒരു നോളജ് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരണം, അല്ലേ? അതല്ലേ അതൽ ഇന്നോവേഷൻ മിഷൻ? യെസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. നോട്ട് ദി ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 5-year പ്ലാൻസിന്റെ ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് നീതി ആയോഗ് അല്ല. ഓക്കെ, ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് മാച്ച്ഡ് കറക്റ്റ്ലി അബൌട്ട് നീതി ആയോഗ്? നീതി ആയോഗ് ഹെഡ് ഓഫീസ് ഡൽഹി, നരേന്ദ്രമോദി Chairman, parent agency Government of India, Nidhi Aayog replaced National Development Council. Not matched, ഉത്തരം ഡി ആണ്. കാരണം നീതി ആയോഗിന്റെ കൂടെയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വന്നിരിക്കുന്നത്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നീതി ആയോഗിന്റെ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു എന്താണ്, സ്മോൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, സ്മോൾ ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നതാണ്, റീപ്ലേസ് ചെയ്തിട്ടില്ല. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇപ്പോഴും ഉണ്ട്, നീതി ആയോഗിന്റെ അണ്ടറിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ നീതി ആയോഗ് എന്താണ് റീപ്ലേസ് ചെയ്തത്? പ്ലാനിംഗ് കമ്മീഷൻ. സോ ഉത്തരം ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് നീതി ആയോഗ്? Aspirational District Program was launched by Prime Minister Narendra Modi on January 5, 2018 and released in June 2018. Virudhunagar, Tamil Nadu, Naupada, Odisha and Siddharth Nagar, Uttar Pradesh have emerged as the top 3 districts in ranking of aspirational districts by Nidhi Aayog for the period June 1, 2018 and October 31, 2018. Nidhi Aayog replaced Planning Commission of India. ഡി, ഓൾ ആർ ട്രൂ. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, IBSO ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇതിൽ ഒരുപാട് ഫാക്ട്സ് ഓരോ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. സോ ഇതിൽ എല്ലാം ശരിയാണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഉത്തരം എഴുതാവൂ. അത് ഞാൻ പറയുന്നുണ്ട്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അറിഞ്ഞുകൂടെങ്കിൽ എന്ത് ചെയ്യണം? ധൈര്യപൂർവ്വം അത് അറ്റൻഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു എന്താണ് മെന്റാലിറ്റി ഇറക്കുക. അടുത്തത്, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ഇന്ത്യൻ കൊളോണിയൽ റൂൾ. India had to import certain primary products such as raw silk, cotton, wool, sugar, indigo, jute, etc. Finished consumer goods like cotton, silk and woolen clothes and capital goods were exported from Britain. Option A, only 1. Option B, only 2. Option C, both 1 and 2. Option D, neither 1 and not 2. അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കോമൺ സെൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം. അതിൽ ചോദിച്ചിരിക്കുന്ന കോമൺ സെൻസ് ആയിട്ടുള്ള ഉത്തരവാണ് ഫോറിൻ ട്രേഡ്. കൊളോണിയൽ റൂളിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഫോറിൻ ട്രേഡ്? അറിയാലോ, ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇമ്പോർട്ട് ചെയ്യാണ്, അല്ലെ? ഇന്ത്യ കുറെ സാധനങ്ങൾ എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു ടു ബ്രിട്ടൻ, അല്ലെ? അപ്പോൾ അതാണ് ഉത്തരം. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ റോ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. പകരം ബ്രിട്ടനിൽ നിന്നും ഫിനിഷ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്, ഇന്ത്യയിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ബ്രിട്ടൻകാർ അവിടെ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയായിരുന്നു. നമ്മുടെ നിന്ന് റോ മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് കോട്ടൺ ഉണ്ട്, നമുക്ക് ടീ ഉണ്ട്, നമുക്ക് ജൂട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, ഷുഗർ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് എംപയർ നമ്മുടെ ആ ഒരു റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി തിരിച്ച് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. only 2 ഫിനിഷ്ഡ് കൺസ്യൂമർ, അതാണ് കറക്റ്റ്. അടുത്തത്, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Nearly 3/4 parts of Indian foreign trade during colonial rule was nearby countries like China, Ceylon and Persia. The remaining foreign trade was with Britain only. A, both are correct. B, both are incorrect. 1 correct, 2 incorrect, 2 correct, 1 incorrect. രണ്ടും തെറ്റാണ്. കാരണം എന്താണ്, നമ്മുടെ കൊളോണിയൽ റൂളിന്റെ സമയത്താണ് നമ്മൾ നമ്മുടെ ചൈനയെയും ശ്രീലങ്കയെയും പേർഷ്യനെയൊക്കെ നമ്മൾ ഈ ബ്രിട്ടീഷ് എംപയർ വരുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിയിരുന്ന സ്ഥലമാണ് ചൈന, ശ്രീലങ്ക, സെയിലോൺ എന്ന് പറയുന്ന ശ്രീലങ്ക ആൻഡ് പേർഷ്യ. പക്ഷേ ബ്രിട്ടൻ വന്നതിന് ശേഷം ഫുൾ ബ്രിട്ടന്റെ കയ്യിലായി. മനസ്സിലായില്ലേ? ഇവർക്കൊക്കെ വളരെ മുച്ചമായുള്ള ട്രേഡ് മാത്രമേ നടന്നിട്ടുള്ളൂ. സോ ഓപ്ഷൻ ബി, ബോത്ത് ആർ ഇൻകറക്റ്റ്. അടുത്തത്, consider the following statements regarding the integrated goods and services tax, IGST under GST. IGST would roughly be equal to GST plus SGST.
Interstate seller would pay IGST on sale of his goods to central government after adjusting credit of IGST, CGST and SGST on his purchase in that order. Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. So ഇതിലെ രണ്ടും വരും, both are correct കേട്ടോ. IGST എന്ന് പറഞ്ഞാൽ CGST plus SGST ആണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത് IGSTനെ സെൻട്രൽ ഗവൺമെന്റിലെ അതിനെ ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഓക്കെ. GST will be administered as a single taxation system in India. Choose the correct statement. Keeping in mind the federal structure of India, there will be only one component of GST, that is central GST. Central would levy and collect central goods and services tax, and states would levy and collect the state goods and services tax on all transactions within a state. Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഫെഡറൽ സ്ട്രക്ചർ പ്രകാരം ഒരു GST അല്ല, ഒരു സെൻട്രൽ GST ഉണ്ട്, ഒരു സ്റ്റേറ്റ് GST ഉണ്ട്, ഒരു ഇന്റഗ്രേറ്റഡ് GST ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്. ഓക്കെ. സെൻട്രൽ വുഡ് ലെവൈ ആൻഡ് കളക്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ GST ആൻഡ് സ്റ്റേറ്റ് വുഡ് ലെവൈ ആൻഡ് കളക്ട് സ്റ്റേറ്റ് ഗുഡ്സ് ടാക്സസ് ആൻഡ് ഓൺ ഓൾ ട്രാൻസാക്ഷൻ. ഓൾ ട്രാൻസാക്ഷൻ അല്ല. ഈ ഓൾ എവിടെയൊക്കെ വരുന്നോ അത് തെറ്റാനുള്ള അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത റൂൾ. ഓൾ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 അല്ല. അപ്പോൾ neither 1 nor 2. അടുത്തത്, which of the following state level taxes being subsumed into GST? Subsuming of state value added tax or VAT അല്ലെങ്കിൽ sales tax, entertainment tax, luxury tax and all of the above. Option D all of the above. ഇത് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. there will be only one component അല്ല. GSTക്ക് സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, അതറിയാലോ. അപ്പോൾ അത് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നമ്മൾ പറഞ്ഞത് ശരിയാണ്, neither 1 neither 2 ആണ് ആൻസർ കേട്ടോ. Which of the following central level taxes being subsumed into GST? Octroi entry tax, service tax, purchase tax, all of the above. Service tax ആണ് CGSTക്ക് മാറിയിരിക്കുന്നത്. Which of the following is true regarding the benefits of GST for both level of government, that is central government and the state government? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ബെനിഫിറ്റ്, രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിറ്റ് വരുന്ന GSTയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിൾ ആൻഡ് ഈസി ടു അഡ്മിനിസ്റ്റർ, കറക്റ്റ് ആണ്. ബെറ്റർ കൺട്രോൾസ് ഓൺ ലീക്കേജ്, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഹയർ റവന്യൂ എഫിഷ്യൻസി, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഫോർ റിലീഫ് ഇൻ ഓവറോൾ ടാക്സ് ബർഡൻ ഓൺ ഗവൺമെന്റ്, അത് വരില്ല. കാരണം നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്. ഇത്രയും കോവിഡിന്റെ പ്രശ്നം വന്നിട്ട് പോലും GSTക്ക് തിരിച്ചു കൊടുക്കാനുള്ള കോമ്പൻസേഷനുള്ള ടാക്സ് സെൻട്രൽ സ്റ്റേറ്റിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 and 3. ഈ എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് വളരെയധികം ഇൻക്രീസ് ആവുകയും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് ലെവൽ ബൂസ്റ്റ് അപ്പ് ചെയ്യുകയും ചെയ്യും. ഇതുപോലത്തെ സെഷൻസ് ഇനിയും വേണമെങ്കിൽ kindly please tell. Okay, thank you so much and see you next video. So thank you, bye bye.